Hello everyone, welcome back to Quietly Delisha, and if you're new here, I'm Delisha. And ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 2025 അവസാനത്തെ ഒരു റീസെറ്റാണ്. സോ വെൽക്കം അഗെയിൻ. ഇനി ഞാൻ കാണിക്കുന്ന വിഷ്വൽ കണ്ട് നിങ്ങൾ ആരും നെട്ടരുത്. തുറന്ന സമയത്ത് ഞാൻ തന്നെ നെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ബാഗിൽ നിന്ന് പുറത്തെടുത്ത് ഇടാമെന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഈ ഒരു റൂമിനെ ഞാൻ ഇങ്ങനെ ആക്കി വിത്ത് ലോട്ട്സ് ഓഫ് കഷ്ടപ്പെടൽ. ആൻഡ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദിസ്. ബിഫോർ ഡൂയിങ് ദ ടാസ്ക് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കലാണ്. അപ്പം ടു ഡു ലിസ്റ്റ് റെഡിയാക്കാൻ ഐ ഹാവ് എ കുഞ്ഞു നോട്ട്ബുക്ക് ഹിയർ ദാറ്റ് സമൺ ഗിഫ്റ്റഡ്. ആൻഡ് നമുക്ക് ഇതിൽ ടു ഡു ലിസ്റ്റ് റെഡിയാക്കാം. ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റുമോ, നമ്മൾ വർക്ക് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പം ഇതിൽ ടിക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിന് ശരിക്കും ഒരു സമാധാനം ഉണ്ടാവും. ആൻഡ് അതൊരു ബെസ്റ്റ് ഫീലിംഗ് ആണ്. ആൻഡ് ഓൾസോ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്സായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മിസ്സായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഐ ജസ്റ്റ് മേക്ക് എ സ്മോൾ ലിസ്റ്റ് ആൻഡ് നമുക്ക് പണിയിലേക്ക് പോകാം. അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെഡിലായിരുന്നു ഫുള്ള് ബാഗിൽ നിന്ന് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളും അവിടുന്ന് അടിച്ച് പെറുക്കി അത് ഫുള്ള് വാൾഡ്രോബിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ബെഡ് ക്ലീൻ ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി. അങ്ങനെ ബെഡ് ക്ലീൻ ആയപ്പോൾ തന്നെ പകുതി ആശ്വാസം വന്നു. എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഒരു സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സ്ഥലം മലങ്കോലമായി കാണും. എൻ്റെ നെക്സ്റ്റ് ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡ്രോബ് ഫുള്ള് ക്ലീൻ ചെയ്യുക. ഈ ഒരു അലമാരയിൽ ഇല്ലാത്തതായിട്ടും ഇണ്ടാത്തതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ അത് ഫുള്ള് ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല. ഒത്തിരി സമയം എടുത്തിട്ടാണ് ആ ഒരു ഏരിയ ഫുള്ള് ഞാൻ ക്ലീൻ ആക്കി എടുത്തത്. ആൻഡ് വൺ മോർ തിങ് ടു സേ ഇസ് ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഈ മന്തിൽ 2025 4 മന്തിൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ബുക്ക്. ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഇവിടെ ആയിട്ടും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ടു കീപ് ദിസ്. സോ ഇത് ആൻഡ് ഇനി ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് പൊടികളെല്ലാം തട്ടാണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഫുള്ളും മാറമ്പലും ഫുള്ള് പൊടികളായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 2 weeks മോറായി ഞാൻ റൂമിലോട്ടേക്ക് തന്നെ വന്നിട്ട് വീട്ടിലേക്ക് തന്നെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികളുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെൽഫ്, ഈ ഒരു ബുക്ക് വെച്ച ഒരു റാക്ക്. ലെറ്റ്സ് ഡു ദിസ്. ഈ ഒരു ബുക്ക് വെക്കുന്ന റാക്ക് ക്ലീൻ ചെയ്യുന്നതല്ലേ എൻ്റെ ഫേവറേറ്റാണ്. അതിലിങ്ങനെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെ ഈ ഒരു ബുക്ക് വെക്കുന്ന ഈ റാക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞതായി ഞാൻ അറിയിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ടാസ്ക് ഇസ് ലോണ്ട്രി. ലോണ്ട്രി ചെയ്യാൻ തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോപ്പും പൊടി ഇതിനകത്തേക്ക് ഇടുന്നതാണ്. ആൻഡ് അതിനുശേഷം ഞാൻ എന്താക്കി വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് സീ ഗൈസ്, ഞാൻ ഇങ്ങനത്തെ ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു നമ്മളെ ഈ ഒരു കുഞ്ഞി സ്റ്റൂൾ ഇവിടെ വെച്ചൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ തോട്ട് ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പം ഇനിയിപ്പം ഉള്ള 10 days ഞാൻ എവിടെ തന്നെ ഉണ്ടാവും. സോ ഐ വാണ്ടഡ് ടു യൂസ് സം സ്പേസ്. അപ്പം എനിക്കൊരു കുഞ്ഞ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ ജസ്റ്റ് ഒരു തുണിയെല്ലാം വിരിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മൈ ഹാർട്ട് ഫീൽസ് സോ കാം ആൻഡ് റിഫ്രഷിങ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ എഴുതി കഴിഞ്ഞ് ടിക്കിടുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നുള്ളത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ആൻഡ് ഇതുവരെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് യൂസ് ചെയ്ത സമയത്ത് നല്ല രസമുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്കൊരു വീഡിയോ എടുക്കാണ്ടിരുന്നു. ആ വീഡിയോ ഞാൻ റീലിലേക്ക് എടുക്കാൻ വേണ്ടി റീൽ എടുത്തു. അതിനുശേഷം കുളിക്കാൻ വേണ്ടി ഞാൻ റെഡി. ആഫ്റ്റർ ദ ബാത്ത് ഐ കെയിം. എനിക്ക് കുറച്ച് സ്കിൻ കെയർ, അതായത് ഒരു ഹെയർ സിറം, അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ ആൻഡ് എ ലിപ് ബാം, ദാറ്റ് മച്ച്. ആൻഡ് അതിനുശേഷം ഞാൻ നെക്സ്റ്റ്
ഒരു സ്ക്രിപ്റ്റ് എനിക്ക് റെഡിയാക്കാണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി അതിനൊന്ന് പഠിച്ചു. ആൻഡ് ദെൻ എനിക്ക് നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഒരു ജേർണലിംഗ് ആണ്. ജേർണലിംഗ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഈവനിങ് ആണ്. പക്ഷേ ആ ഒരു ടൈമിലിരുന്ന് ആലോചിക്കേണ്ട വിചാരിച്ച് ഞാൻ ജേർണലിംഗ് പ്രോംപ്റ്റ് ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചു. And I'm successfully completed all the tasks that I've written in my to-do list. Room cleaning, wardrobe cleaning, bath, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞ് ഷെൽഫ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ എനിക്കൊരു കുട്ടി സ്പേസ് ഇവിടെ ഉണ്ടാക്കാനുള്ളത്. ആൻഡ് അതുവരെ ഞാൻ ഉണ്ടാക്കി, ഒരു ചെറിയ സെറ്റപ്പിൽ ഉണ്ടാക്കി. കാരണം ഇനിയുള്ള നെക്സ്റ്റ് 10 days ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സോ ഐ വാണ്ടഡ് എ കുട്ടി സ്പേസ് ഫോർ റീഡിങ് ആൻഡ് ടു ഡു മൈ ഓൾ തിങ്സ്. ആൻഡ് അതും ഞാൻ റെഡിയാക്കി. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എനിക്ക് ജേർണലിംഗ് ആണ് ചെയ്യാനുള്ളത്. ഇതുവരെ ഫുൾ ഞാൻ ക്ലീൻ ചെയ്ത് എൻ്റെ മൈൻഡിനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് ഐ പ്രിഫർ ജേർണലിംഗ് ഫോർ ദാറ്റ്. കുറച്ച് പ്രോംപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ജേർണലിംഗ് ചെയ്യുന്നത്. ആൻഡ് ഞാനിപ്പോൾ പ്രോംപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം ഗോയിങ് ടു പ്രേ നൗ. ആൻഡ് അതിനുശേഷം ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ടൈം. ബിക്കോസ് നമുക്ക് ആ ഒരു കാം വൈബിൽ ജേർണൽ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം എനിക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ. ആൻഡ് ദെൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് പ്രെയർ ആയിരുന്നു. ആൻഡ് അതിനുശേഷം ഇനിയും കുറച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്യാനായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് സ്കൈ വാച്ച് ചെയ്യാൻ വേണ്ടി പോയി. ഈ സ്കൈ വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പറ്റുള്ളൂ. ബിക്കോസ് അടുത്തടുത്ത് വീടായതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഈ സ്കൈ വാച്ചിങ് എന്നുള്ള സംഭവം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ജേർണലിംഗ്. ആൻഡ് ഒരു കോസി ഒരു കാം വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാനലൊക്കെ തുറന്ന് ലൈറ്റ് ഇട്ടിട്ട് അതിനുശേഷം ഞാൻ എഴുതിയ ജേർണൽ പ്രോംപ്റ്റ് എഴുതിയ ബുക്ക് എടുത്ത് അതിൽ ജേർണൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എൻ്റെ ബ്രെയിനിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് റിലീഫ് തരും എന്നുള്ളത്. കാരണം അത്രയും കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രെയിനിന് എൻ്റെ മൈൻഡിന് നല്ലൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അത്രയും കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ഇത്രയും കാര്യത്തിൽ ഞാൻ സ്റ്റക്കായിരുന്നു എന്നുള്ളതൊക്കെ. അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. അപ്പം എൻ്റെ സ്പേസും ക്ലീനായി, എൻ്റെ മൈൻഡും ക്ലീനായി, ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ സറൗണ്ടിങ്സ് ഫുള്ള് ക്ലീൻ ആയപ്പോൾ തന്നെ ടോട്ടലി ഞാനൊന്ന് സെറ്റായി. ഈ ജേർണലിങ്ങിൻ്റെ പവർ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത്. ബിക്കോസ് എവ്രി വൺ നോസ്. എനിക്ക് പേഴ്സണലി അത്രക്കും ബെനിഫിറ്റുള്ളൊരു കാര്യമാണ് ജേർണലിങ്. ഒരാൾക്കാരോട് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ബുക്കിൻ്റെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് ഐ ക്യാൻ റിയലി റിലീവ് മൈ എവറിത്തിങ്. ഓക്കെ. ആൻഡ് ഓൾസോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത് ഒരു വിഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ്. വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ആൻഡ് ഓക്കെ, ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഗ്‌രിബ് കൊടുത്ത് എൻ്റെ ജേർണലിങ് ഫുള്ള് ഞാൻ എന്താക്കി തീർത്ത്. ആൻഡ് ദെൻ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത സമയത്ത് ഞാൻ പ്രേ ചെയ്യാൻ വേണ്ടി പോയി. ആഫ്റ്റർ ദി പ്രെയർ ഞാൻ എന്താക്കി, ഞാൻ വായിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ അത് ബുക്കിലേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഞാനിപ്പോൾ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഖദീജയാണ്. ആൻഡ് ഖദീജ എനിക്ക് ലൈക്ക് മലയാളം ബുക്സിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ഖദീജ ഞാൻ വായിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഐ നോ എവ്രി വൺ റീഡ് ചെയ്ത ബുക്കാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് റീഡ് ചെയ്യുന്നത്. ഐ നോ ഐ എം വെരി ലേറ്റ് ടു റീഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഞാൻ പല സമയത്തും എനിക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ബുക്ക് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കോട്ട് കാണുന്ന സമയത്ത് ഐ വാസ് സ്റ്റക്ക്. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു 10 to 15 ലൈൻസ് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കുറേ സമയം ഞാനിങ്ങനെ ഇതിനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഞാൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം റീഡിംഗ് എന്നുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് ഒരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഐ എം ബ്ലാങ്ക് ഔട്ട്. ഇതേപോലെയാണ് ഓരോ സമയം ഞാൻ ഓരോ ബുക്ക് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വേർഡ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് എലോട്ട് കുറേ ചിന്തിച്ച് അങ്ങോട്ട് കൂട്ടി വെക്കും. ഈ ബുക്ക് റീഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ ചിന്തിച്ചിരിക്കാനാണ് എൻ്റെ പതിവ്. ആൻഡ് ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ തന്നെ കുറേ റിയലൈസേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. ദാറ്റ് എൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ പ്രോംപ്റ്റും അതുപോലെ തന്നെ ഇന്ന് നടന്ന കാര്യങ്ങളും പ്രൗഡ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഇതിന് ശേഷം ഞാൻ ഡിന്നർ കഴിച്ച് അതിനുശേഷം പ്രെയറും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ നിങ്ങൾക്ക് അടുത്ത എന്ത് വീഡിയോ വേണമെന്നുള്ള ഡു
comment and like, share and subscribe. So bye.